എല്ലാം ഫ്രിഡ്ജിലാണ് എഴുതി വെച്ചേക്കുന്നത്. കണ്ണിന് കുളിർമയേകുന്ന. ഇപ്പോൾ ടെക്നിക്കലി നമ്മൾ ക്യൂബക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇനി 35 കിലോമീറ്റർ അവിടെയാണ് നമ്മുടെ സ്റ്റേ. Airbnb ആണ് എടുത്തേക്കുന്നത്. അവിടെ നിന്ന് പിന്നെ രാത്രി ഇറങ്ങാനുള്ള പരിപാടിയാണ്. പ്രശ്നം എല്ലാം ഫ്രഞ്ചിലാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു തേങ്ങയും മനസ്സിലാവണില്ല. ഇംഗ്ലീഷിലുള്ള ബോർഡ് ഭയങ്കര റെയർ ആയിട്ടാണ് കണ്ടത്. എല്ലാം ഫ്രഞ്ചാണ്. സ്റ്റീയാനിഡി അങ്ങനെന്തോ ഒരു സാധനം ഉണ്ടല്ലേ. ഓക്കെ, ഫ്രഞ്ച് പഠിച്ചിട്ട് പറയാതാണ് നല്ലത്. അതുകൊണ്ട് ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. അഖിലിന് ഫ്രഞ്ച് അറിയാന്നൊന്നും വിചാരിക്കണ്ട. നേരത്തെ അക്ഷയ വിളിച്ച് പറഞ്ഞോണ്ടാണ് അവന് കാര്യം അറിയാന്നുള്ളത്. വേറൊന്നുമല്ല. ആർക്കും ഇവിടെ ഫ്രഞ്ച് അറിഞ്ഞൂടാ. ഞാൻ വായിക്കും പോലെ വായിക്കാനേ ഇവിടെ എല്ലാവർക്കും അറിയാം ഫ്രഞ്ച്. നമുക്ക് Airbnb-യിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ താക്കോല് വേറൊരിടത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണ് എന്നാണ് പറഞ്ഞേക്കണേ. ഫോബ് കിട്ടിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക, അടയ്ക്കുക. ഫോബ് കിട്ടി. ഇവിടെയാണ് അവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ എവിടെയാണ് Airbnb. അവരെന്നെ താക്കലെടുക്കാൻ ഏൽപ്പിച്ചിട്ട് പാർക്കിങ് വേറെ സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ പാർക്കിംഗ് എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഫോബാണ് കേട്ടോ. Airbnb ചെക്ക് ഇൻ ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് മോൺട്രിയൽ. അപ്പോൾ അങ്ങോട്ട് സ്ട്രീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പയ്യെ പോവുകയാണ്. അഖിലിതോ ഫ്രണ്ടേ പോകുന്നു. ഹരിപ്രിയതോ നടന്നു പറഞ്ഞു കൊച്ചുമായിട്ട്. നമ്മുടെ നിൽക്കുന്ന സ്റ്റേയുടെ അടുത്തുനിന്ന് ഒരു 9 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഓൾഡ് മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ ഇവിടെ നിന്ന് കാണിച്ചു തരും. ഇത് കണ്ട, ഇത് റോഡിൻ്റെ ഒരു സൈഡാണ്. അപ്പുറ സൈഡ് കണ്ടോ, ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് തന്നെ സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് ഇറങ്ങണം. അഖിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. വണ്ടി പാർക്കിംഗ് കുറച്ച് സീനാണ് ഇവിടെ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ്. അപ്പോൾ അതെ, സ്ട്രീറ്റ്സിനകത്തോട്ട് കയറാൻ പോവാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സ്ട്രീറ്റ് ഫുഡ് സൈഡിൽ കണ്ട ആൾക്കാരെല്ലാം ഇരുന്ന് എൻജോയ് ചെയ്ത് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കാർപ്പറ്റ ഫുള്ള് സ്ട്രീറ്റ് പാട്ടോ. അത് എൻ്റെ ഭഗവാൻ, അത് ക്യൂ ആണ്. അതായത് ആ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ക്യൂ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആയിരിക്കണം. ഇതിപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല നല്ല രസമുള്ള എന്ന് വെച്ചാൽ കണ്ണിന് കുളിർമയേകുന്ന സംഭവങ്ങളാണ്. അപ്പം എത്രത്തോളം ക്യാമറയിൽ കിട്ടണമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. സോ അടുത്തൊരു ഇൻ്റർസെക്ഷൻ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി ആ കാറിൽ ഇരുന്നപ്പം കണ്ട വ്യൂ ഉള്ള സ്ട്രീറ്റാണ്. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഇത് വേറൊരു ടൈപ്പ് രസം. ഇത് കണ്ട ഫ്രഞ്ച് പാട്ടെന്തൊക്കെയാണ് എല്ലാ റെസ്റ്റോറൻറ്റിൽ നിന്ന് കേൾക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇത് ഇവിടെ പാർക്ക് പോലത്തെ എന്തോ സെറ്റപ്പൊക്കെയാണ് കേൾക്കാൻ പറ്റുന്നുണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ ഒരു സ്ട്രീറ്റ് ഡാൻസിങ് ആണ് ഇതൊക്കെ. ഇനി കുറച്ചുകൂടെ മുകളിൽ കയറി നിന്നപ്പം ഇവിടെ ഒരാൾ നിന്ന് ഫ്ലൂട്ട് എന്തോ വായിക്കുന്നുണ്ട്. വേണ്ട, ഇതിൻ്റെ താഴെ നിന്നാണ് പുള്ളി വായിക്കണം. അതേപോലെ തന്നെ അതാ പിന്നെയും ഒരു പള്ളി കണ്ടെത്തിയിരിക്കുന്നു. നല്ല രസമുണ്ട്. കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട് നടന്നു വന്നപ്പം വേറൊരു ബിൽഡിങ്, പള്ളി പോലത്തെ എന്തോ സെറ്റപ്പാണ്. നല്ല രസമുണ്ട്. അതും വേണ്ടേ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ താഴെ കണ്ട അവരെല്ലാം മറ്റേ ഇത് വെച്ചിട്ടുണ്ട്. എൻ്റെ പേരും മറന്നുമല്ല. എന്നുവെച്ചാൽ ബിൽഡിങ്ങിലേക്ക് അടിക്കുന്ന രീതിക്ക് 2-3 ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ തന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അവരെന്തോ ഫ്രെയിം പോലെയൊക്കെ എന്തോ സെറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ഈ പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.